ഒരു കാലഘട്ടത്തിൽ ആദമും ഹവ്വയും ചെയ്ത പാപത്തിന്റെ ഫലമായി മാനവരാശി മുഴുവൻ പാപത്തിന് അധീനതയിൽപ്പെട്ടു. ആ കാലഘട്ടത്തിൽ പാപത്തിലാതായിപ്പോയി ജനം മൊത്തം. പ്രായശ്ചിത്തമായിട്ട് ആരുമില്ലായിരുന്നു. പക്ഷെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ പ്രായശ്ചിത്തമായിട്ട് ക്രൂശ് വന്നു. പ്രായശ്ചിത്തമായിട്ട് ക്രൂശിൽ ഒരുവൻ യാഗമായി. ആ ക്രൂശിൽ യാഗമായി ഒരുവൻ മധ്യസ്ഥത നിന്നുകൊണ്ട് പ്രിയരെ ഞാനും നിങ്ങളും ഇതിനകത്തായിരിക്കുന്നത്. നമുക്ക് പറയുവാനോ പുകഴുവാനോ ഒന്നുമില്ല. യേശു എന്ന മധ്യസ്ഥം മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ നീ എന്ന് വിശ്വസിച്ച് നിന്റെ മധ്യസ്ഥനാക്കാൻ തയ്യാറാകുന്നു, ആ നിമിഷം മുതൽ ആ അഡ്വക്കേറ്റ് നിനക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങും. എപ്പോൾ നീ ഈ അഡ്വക്കേറ്റിനെ നിന്റെ സ്വന്തം പേഴ്സണൽ ലോയറായിട്ട് നീ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ നിമിഷം തൊട്ട് പിശാചിനോട് വാദിക്കാൻ തുടങ്ങും. ഇവനെ ഞാൻ വിട്ടുതരത്തില്ല. എടാ രോഗം വന്നിട്ട് പറയുക, രോഗമേ എനിക്ക് ഇവനെ വേണം. അപ്പം വേണ്ട, ഈ വാദിക്കാൻ നിൽക്കുന്നവൻ പറയും ഇവനെ ഞാൻ വിട്ടുതരത്തില്ല. ഇവനെ എൻ്റെ അടിപ്പിണരാൽ ഇവന് സൗഖ്യം ഞാൻ കൊടുക്കുന്നതാ. തകർന്നിരിക്കുമ്പോ പറയണം ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടിയുണ്ട്. ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോ പറയണം ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടിയുണ്ട്. ആമേൻ. നിന്റെ അവകാശങ്ങൾ നിന്റെ കയ്യിൽ നഷ്ടപ്പെടുമ്പോ പറയണം ഒരു മധ്യസ്ഥൻ എനിക്കുണ്ട്. നിനക്ക് വേണ്ടി പലരും നിനക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോ പറയണം ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടിയുണ്ട്. പലരും നിനക്ക് വേണ്ടി അപവാദം പറയുമ്പോ പറയണം ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ടിയുണ്ട്.